നായരേട്ടൻ്റെ അടപ്പിളകിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം നായരേട്ടൻ ഇപ്പോൾ യു ഡി എഫിനെ വിട്ട്, അതായത് ഹിന്ദുക്കൾ മുഴുവൻ നായരേട്ടൻ പറയുന്നത് LDFിനോടൊപ്പമാണെന്ന്. ശബരിമല അയ്യപ്പൻ ഇപ്പം നായരേട്ടനോടൊപ്പമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സുകുമാരൻ നായർ അത് തന്നെ. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സംഘികളെല്ലാവരും കൂടി നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പോപ്പിനെ എടുത്തങ്ങുടുക്കുവാണല്ലോ. പമ്പയിൽ പൊളിഞ്ഞു തുടങ്ങിയ കാലിക്കുത്തന്റെ വ്യാജ സംഗമത്തിന് പിന്തുണ നൽകി പ്രതിനിധിയെ വിട്ടത് പോരാതെ ഇപ്പോൾ മുടിഞ്ഞ ന്യായീകരണവും. പോരേ പൂരം. പെരുന്നയിലെ ആ സ്ഥാനം ഇപ്പോൾ കോൺഗ്രസിനെ വിട്ട് പിണറായിയെ പിന്തുണയ്ക്കുന്നു എന്നത് സത്യത്തിൽ വെപ്രാളം നൽകേണ്ടത് UDFിനാണ്. പക്ഷെ അവര് കൂളാണ്. അതായത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് കൂടി പിണറായിയെ പിന്തുണയ്ക്കുന്നു എന്നറിഞ്ഞിട്ടും UDFിലെ ആരും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അതൊരു അപകട സൂചനയാണ്. അതാണ് വാസ്തവത്തിൽ സംഘികൾ ശ്രദ്ധിക്കേണ്ടത്. സംഗതി ചങ്ങനാശ്ശേരിയിലെ ഈ പോപ്പും കണിച്ചക്കുളങ്ങരയിലെ ഓട്ടോറിക്ഷയും കേരളത്തിലെ ഹൈന്ദവ ഐക്യത്തിന് വിഘാതമാണ് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ രണ്ട് ചാന്തുപൊട്ടുകളും കേരളത്തിൽ BJPയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സുകുമാരൻ നായർ ഈ സമയത്ത് എന്തുകൊണ്ട് പിണറായിയെ പിന്തുണച്ചു എന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം UDFിനോടുള്ള നീരസമാണ്. കാരണം പണ്ടേ പോലെ UDF നേതാക്കൾ പെരുന്നയിൽ കയറിയിറങ്ങുന്നില്ല എന്ന് തന്നെ. സുകുമാരൻ നായരുടെ മാനസപുത്രനായ ചെന്നിത്തല നായർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നായയുടെ വില പോലും ഇല്ല എന്നതാണ് മറ്റൊന്ന്. ഈ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2018 ശബരിമലയിലെ പ്രക്ഷോഭത്തിന്റെ ഗുണഭോക്താക്കളായത് UDF ആയിരുന്നു. 20-ൽ 19 സീറ്റും നേടിക്കൊണ്ട് 2019 ജയിച്ച അവർ പിന്നീട് തിരിഞ്ഞു നോക്കിയതുമില്ല. ശബരിമലയ്ക്ക് UDF ഒന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ മിക്കവാറും ഭരണത്തിൽ മേൽക്കൈ ഉണ്ടാവുക മുസ്ലിം ലീഗിനാകുമെന്ന് NSS ഭയപ്പെടുന്നു. വെള്ളാപ്പള്ളിക്കും ഇതേ ആശങ്കയുണ്ട്. UDF ഭരണത്തിൽ വന്നാൽ SDPI മുതൽ മദനി വരെ എല്ലാവരും മുസ്ലിം ലീഗിനൊപ്പം തോൾ ചേർന്ന് കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരുമെന്ന് അവർ ഭയപ്പെടുന്നു. കേരളത്തിലെ BJPക്ക് ഇരു മുന്നണികളെയും അട്ടിമറിച്ച് ജയിക്കുവാനുള്ള പാങ്ങായിട്ടില്ല എന്നതും ഒരു ഘടകമാണ്. ആ നിലയ്ക്ക് ശബരിമലയിൽ സമസ്ത അപരാധം ഏറ്റുപറഞ്ഞ് കാല് പിടിക്കാനെത്തിയ പിണറായി സ്വാമിയാണ് ഭേദമെന്ന് സുകുമാരൻ നായർക്ക് തോന്നിയാൽ അത്ഭുതമുണ്ടോ? BJPക്കും ഇത് ഭാവിയിൽ ഗുണമേ ആകൂ. UDFിന് ഇനിയൊരു തവണ കൂടി ഭരണം പോയാൽ കേരളത്തിൽ അവരുടെ വെടി തീരും. മറുഭാഗത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിച്ചെടുത്ത് BJP വളരുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ പോപ്പിനറിയാം. ചുമ്മാതാണോ ആശാൻ ഗണേശനെ പിടിച്ച് NSS ഡയറക്ടർ ബോർഡിൽ ഇരുത്തി ചങ്ങനാശ്ശേരി ഭരിക്കുന്നത്? അപ്പോ സുകുമാരൻ നായരേട്ടന്റെ ചിന്തകളൊക്കെ ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ മീഡിയ മലയാളത്തിൽ തന്നെ വിജയും പ്രിയനും ചെയ്തൊരു വാർത്തയുടെ തമ്പ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് എന്ന്. സത്യത്തിൽ യൂദാസിനേക്കാൾ വലിയ ഒറ്റുകാരൻ്റെ വല്ല പേരുമുണ്ടെങ്കിൽ അത് ചേർത്ത് വേണം സുകുമാരൻ നായരേട്ടനെ വിളിക്കാൻ. കാരണം നായന്മാർക്ക് പോലും ഇയാളൊരു അപമാനമാണ്. ഇപ്പോൾ യുവതികളെ വേണമെങ്കിൽ ശബരിമലയിൽ കയറ്റാമെന്ന്. അതായത് ഞങ്ങൾ ആചാരം ലംഘിക്കാൻ കൂടെ നിൽക്കാം. ഞാനാണെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ പോപ്പുമാണല്ലോ. ഈ പോപ്പ് നായന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പല നായന്മാരും ഇയാളെ വലിച്ചു കീറി ഒട്ടിക്കും. നായന്മാർക്ക് വേണ്ടി ഈ പോങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പെരുന്നയിലെ നായന്മാരുടെ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലപ്പത്ത് കയറി ഇരിക്കുന്നതല്ലാതെ കേരളത്തിലെ നായന്മാർക്ക് ഇയാളെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല ഉള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇയാളെ കുടുംബക്കാർക്കും ഇയാളെ ബന്ധുക്കൾക്കും ഇയാൾ അറിയാവുന്നവർക്കും നായേഴ്സുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലും മറ്റേ സ്ഥലങ്ങളിലൊക്കെ ജോലി കൊടുക്കുന്നുണ്ട്, ജോലി വാങ്ങുന്നുണ്ട്. അല്ലാതെ സാധാരണ നായന്മാർക്ക് ഇയാളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ, അതായത് പൊതുവിലെ BJPയെ വലിയ താല്പര്യമില്ല. നേരത്തെ UDFിനെയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ UDF മുസ്ലിം ലീഗ് പറയുന്നത് പോലെ കേൾക്കും. മുസ്ലിം ലീഗിൻ്റെ നീക്കം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ശരിയത്ത് നിയമവുമായൊക്കെയാണ് ജമാഅത്ത് അടക്കം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ശരിയത്ത് നിയമം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് ശ്രമിക്കും. സ്വാഭാവികമായും ഒരു ഇസ്ലാമിക ഭരണം കേരളത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.
അത് മുന്നിൽ കണ്ടുകൊണ്ടും പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പതനം അതെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കും നേതാക്കന്മാരുടെ തമ്മിത്തല്ലും കൂട്ടത്തിലുള്ളവനെ ഒറ്റുന്നതും ഒക്കെ കണ്ട് പാർട്ടിയിലെ പലരും തന്നെ പാർട്ടി വിട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് വരില്ല എന്നുള്ളതൊരു എന്താ പറയുക, കേൾക്കുമ്പോൾ ഒരു ദുഃഖമാണെങ്കിലും പറയുമ്പോൾ അതൊരു സത്യമാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായും അതുണ്ടാകും. അപ്പോൾ പോപ്പ് വിചാരിച്ചു എന്നാൽ പിന്നെ ജയിക്കുന്ന പാർട്ടി കല്ലും മുള്ളും കാലിക്ക് കുത്തേന്നെങ്കിൽ കാലിക്ക് കുത്ത അങ്ങനെ വിളിക്കുന്ന ശബരിമല അയ്യപ്പ സ്വാമിയെ ഇതുപോലെ അവഹേളിച്ച അപമാനിച്ച ഇത്രയും ഒരു നെറികെട്ട സർക്കാരിനോടൊപ്പം നിൽക്കാം. കാരണം സ്ഥാനമാണല്ലോ ഏറ്റവും വലുത്. പോപ്പിന്റെ സ്ഥാനം പോയാൽ പിന്നെ വീട്ടിലുള്ള പട്ടിക്ക് പോലും വിലയുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നായരേട്ടൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് LDFനെ പിന്തുണച്ച് കളയാമെന്ന്. അങ്ങനെ അങ്ങ് മറ്റേ സംഗീത് കുമാറിനെയൊക്കെ വിട്ട് അങ്ങ് പമ്പയിൽ ഏട്ടൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഞങ്ങളിതാ എത്തിയിട്ടുണ്ടേ. മനുഷ്യ, കേരളത്തിലെ നായന്മാരെന്ന് പറയുന്നത് സുകുമാരൻ നായരല്ല. സുകുമാരൻ നായരെ കൊണ്ട് കേരളത്തിലെ നായന്മാർക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞാലൊട്ട് കേരളത്തിലെ ഹിന്ദുക്കളാരും പ്രത്യേകിച്ച് നായന്മാരായ ഹിന്ദുക്കളാരും CPMനോട്ട് വോട്ടും ചെയ്യത്തുമില്ല. അതാദ്യം മനസ്സിലാക്ക്. നായന്മാർക്കറിയാം നിങ്ങൾ എന്താണെന്നും നായന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും. ഇനി അപ്പുറത്ത് സതീശേണ്ണൻ നമ്മുടെ നടേശനെണ്ണം പിന്നെയും അവനവൻ്റെ ആളുകൾക്ക് വേണ്ടി ഈഴവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇയാൾ അങ്ങനെയുമല്ല. ഇയാളെടുത്ത് നായരുടെ പേരും പറഞ്ഞ് ഒരു പേപ്പറുമായിട്ട് നമ്മൾ നായരാണെന്ന് പറഞ്ഞ് പോയി നോക്കണം. അപ്പോൾ അറിയാം ഇയാളുടെയൊക്കെ തനി സ്വഭാവം എന്ന് പറയുന്നത്. ഇയാളുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം വലിയ വലിയ സ്ഥാനങ്ങളും ഇതുമൊക്കെ കൊടുത്തു. നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളിൽ ജോലിക്ക് പോകണം. നമ്മളോട് ചോദിക്കുന്നത് പുറത്ത് ആളുകളോട് ചോദിക്കുന്നതിൽ ഇരട്ടി പണമാണ് ഇവനൊക്കെ നായന്മാരോട് ചോദിക്കുക. പിന്നെ എന്ത് നായന്മാരുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നായന്മാരുടെ വികസനത്തിനെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുന്നവൻ ഏറ്റവും വലിയ കള്ളനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു കുനഷ്ട് ബുദ്ധിയും കുതികാൽ വെട്ടും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് സുമാരേട്ട. അല്ലാതെ അത് നായന്മാരുടെ തലയ്ക്ക് കൊണ്ട് വയ്ക്കല്ലേ. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 10-15 നിങ്ങളുടെ കുടുംബത്തിലുള്ള പല നായന്മാരും കാണുമായിരിക്കും. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളെപ്പോലെയല്ല. ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾ, അതായത് കേരളത്തിലെ ജനങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾ ഒരിക്കലും ഈ മറുകണ്ഠം പലകണ്ഠം ചാടുന്ന നായന്മാര് ആയ സുകുമാരൻ നായരോടൊപ്പം നിൽക്കില്ല എന്ന് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. യൂദാസ് എന്നല്ല നിങ്ങളെ വിളിക്കേണ്ടത്. അതിലും വലിയ വല്ല ഒറ്റുകാരനോ ചതിയനോ വഞ്ചകനോ ഉണ്ടെങ്കിൽ അങ്ങനെ വേണം വിളിക്കാൻ. പിണറായിക്ക് മാത്രമല്ല അയ്യപ്പ ശാപം, നിങ്ങളെയും അയ്യപ്പ ഓങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്.